അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഫൈനലി ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു ഗായ്സ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കുറച്ചധികം തന്നെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നബിദിനത്തിൻ്റെ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ, തിരുവോണത്തിൻ്റെ അന്ന്. അപ്പോൾ നബിദിനത്തിന് പള്ളിക്ക് കുട്ടികൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മ നേരത്തെ എണീച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എണീക്കുമ്പത്തിനും പായസമൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ പള്ളിയൊക്കെ ഉള്ളത്. അപ്പോൾ ഫറൂട്ടിനെ പള്ളിയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നേരത്തെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അങ്ങനെ പള്ളിക്ക് പറഞ്ഞു വിടാനുള്ള ഒരു തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഇതവിടെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്ക് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളല്ലാട്ടോ ചൂടാക്കണം, വേറെ ആളുകൾ വരും കേട്ടോ അപ്പോൾ മേടിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ ഇതാ ഫറൂക്കുട്ടി മദ്രസയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ പായസമൊക്കെ റെഡിയായി പള്ളിക്കൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ബാക്കിയുള്ള പായസം കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിതാ പായസം കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നബിദിനത്തിൻ്റെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഈ പ്ലാൻ ചെയ്തിട്ട് പോണതിനെക്കാട്ടി നല്ലത് ഈ പ്ലാൻ ചെയ്യാണ്ട് പോകുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേകതരം ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. ഫറൂക്കുട്ടി റാലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവനെ പള്ളിയിൽ പോയി വിളിച്ചിട്ട് വന്നിട്ട് നമ്മൾ അങ്ങനെ റെഡി ആയതാണ്. ഒരു അരമണിക്കൂറിൽ എടുത്തിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പുറപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്തേക്ക് ബസ് കയറിയിട്ട് വന്നതാണ്. എന്നിട്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് 1 മണിക്കുള്ള ട്രെയിനിനാണ് കേട്ടോ പോണത്. അപ്പോൾ 1 മണിക്ക് ട്രെയിൻ വരും. ഇപ്പോൾ ടൈം ഏകദേശം 12:48 എന്തോ ആയി കാണും കേട്ടോ. ആ ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഓണായതുകൊണ്ട് ഇവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതവിടെ നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ടൈമിലേ നമ്മുടെ പ്ലാനിങ്ങിൽ ഭയങ്കര മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കുള്ള സ്നേഹതീർത്ഥിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്, ബീച്ചിലേക്ക്. പിന്നെ ശരി വേണ്ട, എന്തായാലും നമ്മൾ ഇങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചല്ലേ വന്നിട്ട് പിന്നെ അങ്ങനെ നമ്മൾ വീണ്ടും അതിലേ പിടിച്ച് നിന്നതാണ് കേട്ടോ. മഴയായാലും കുഴപ്പമില്ല വന്നിട്ട്. ഫൈനലി ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മളിതവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇനി നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഇപ്പോൾ ടൈം 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേന്ത്രപ്പഴം 2-3 നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതവിടെ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഇതവിടെ നമ്മളിതാ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. കോഴിക്കോടൻ ബിരിയാണി. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് കോഴിക്കോടൻ ബിരിയാണിയും അതുപോലെ പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ വിശന്നിട്ട് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കരുതി വെച്ചാൽ നമുക്ക് ട്രെയിനിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ മൊത്തം എല്ലാവരും വിശന്ന് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതോടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ആ ജംഗ്ഷനിൽ തന്നെയാണ് മിഠായി തെരുവ്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടേക്കൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ടൈം കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മിഠായി തെരുവൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ചുറ്റിയിട്ട് വേഗം ഒന്ന് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിതവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കോഴിക്കോട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് പറയേണ്ടതെന്നൊന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവിടെ നല്ലതുപോലെ വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഡ്രസ്സായാലും എന്തായാലും നല്ലതുപോലെ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കോഴിക്കോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അവരവർ ഏതൊക്കെ ജില്ലകളിലാണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന ഈ ഡ്രസ്സുകളൊക്കെ വെറും 100 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ഇവിടെ പർച്ചേഴ്സിനല്ല കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ നോക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. ടൈം ഇവിടെ തന്നെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ബീച്ചിൽ പോകാനുള്ള ടൈം കിട്ടില്ല. പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്കും പോകണം കേട്ടോ ഇന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് ട്രെയിന് മിസ്സാക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ ഒന്ന് ഓടി കണ്ടിട്ട് നേരെ നമുക്ക് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇവരെത്ര തന്നെ കുട്ടികളിലൊക്കെ ചേർത്തിട്ടുള്ളത് പിന്നെ അവിടെ പോയി അത് അങ്ങനെ വൃദ്ധ വേണം പറഞ്ഞു. അങ്ങനെ നമ്മളിതാ മിഠായി തെരുവിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ ഇവിടെ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയങ്ങാടി എന്ന് പറയും കേട്ടോ ഈ സ്ഥലത്തിന്. അപ്പോൾ അവിടെ എഴുതി വെച്ചുകൊണ്ടാണ് അറിഞ്ഞത്, ഇല്ലെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണായതുകൊണ്ട് തന്നെ ഇവിടെ ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടും ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതവിടെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ബീച്ചിൽ ഇടാനായിട്ട് ഒരു ഡ്രസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുട്ടികൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഫറൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഫഹദൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവന് ഇട്ട ഡ്രസ്സോടെ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് മാറ്റാനായിട്ട് അപ്പോൾ അവൻ പറഞ്ഞാലേ അനുസരിക്കാണ്ട് അതേ ഇടുള്ളൂ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചിട്ടൊക്കെ അതേ ഇട്ടിട്ടാണ് കേട്ടോ. ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വണ്ടിയിലിരുന്ന് ഭയങ്കര തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചായയും പിന്നെ കാട മുട്ടയുണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള മസാലയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബീച്ചിലത്തെ മെയിനായിട്ടുള്ള ഐറ്റങ്ങളിൽ ഒന്നാണ് കേട്ടോ അപ്പോൾ ഈ ഉപ്പിലിട്ട ഐറ്റംസ്. അപ്പോൾ ഇത് കണ്ട് വെച്ചാലേ നമുക്കൊന്ന് മേടിച്ച് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ അതുപോലെ ഞങ്ങളും കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ എന്തൊക്കെയോ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ഷൂട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നും ഓരോ ഭാഗത്തേക്ക് പോകുന്ന ടൈമിൽ ഓരോ സാധനങ്ങളും മേടിച്ച് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നമ്മൾ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ നല്ല അത്യാവശ്യം വെയിൽ കാര്യങ്ങളുണ്ടായിരുന്നു. എന്തൊരു ഭാഗ്യത്തിന് നമ്മളിവിടേക്ക് എത്തിയ ടൈമിൽ നല്ല വെയിൽ കാര്യങ്ങളായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ മൊത്തം ഡ്രസ്സെല്ലാം എല്ലാവരും നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ വീട്ടിലോട്ട് പോയിട്ടുള്ളത്. പിന്നെ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫഹദൂട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവന് പിന്നെ ആ പാൻസ് ഇട്ട തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഭയങ്കര തണുപ്പ് പറയാനൊന്നുമില്ല. ഇപ്പോൾ ചൂടായിരുന്നു കേട്ടോ, നല്ല വെയിലായതുകൊണ്ട് ഭയങ്കര ചൂടെടുക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇതവിടെ നമ്മൾ നല്ലതുപോലെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പിനെക്കാട്ടിലും ഏറ്റവും നല്ലതുപോലെ എൻജോയ് ചെയ്യാനും പെട്ടെന്ന് തന്നെ പോകാനും പറ്റുന്നത് ഈ പ്ലാനിങ് ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ സെറ്റാക്കിയിട്ട് പോകില്ലേ, അതിനോടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ എപ്പോഴും അത് പോവാറില്ല. അപ്പോൾ പ്ലാൻ ചെയ്യാണ്ട് പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതവിടെ ഞങ്ങൾ കുറേ ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ നനഞ്ഞിട്ടും അങ്ങനെ കുറേ എൻജോയ് ചെയ്ത് അവിടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ടൈം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിന് 7:20 കേട്ടോ ട്രെയിന്. അപ്പോൾ നമ്മളവിടെ കാമണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അങ്ങനെ ഇതവിടെ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ നമുക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്പീഡായിട്ട് നടന്നിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ആകെ മൊത്തം എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ കളിച്ചും ചിരിച്ചിട്ടൊക്കെ കുറേ ഇരുന്ന് ആകെ മൊത്തം എല്ലാവരും ടയേർഡായി. അങ്ങനെ ഇതവിടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ട്രെയിന് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ മിസ്സായി വെച്ചാൽ പിന്നെ ട്രെയിന് വരാൻ കുറേ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ട്രെയിനിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് എത്തിയതായിരുന്നു. അങ്ങനെ ഇതവിടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇനി ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഇപ്പോൾ നമ്മൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളിതവിടെ പാലക്കാട് എത്തിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതവിടെ നമ്മൾ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.